ഹലോ മൈ ഗൈസ്, ഞാൻ ഇന്ന് കപ്പ നടുന്നത് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. ഇതത് ഞാൻ നന്നായി വിളവ് തന്നൊരു കപ്പയാണ് കേട്ടോ. ഇതത് ഒരു 7 കപ്പോളം 8 കപ്പോളം ഇതിമേൽ ഉണ്ടായിട്ടുണ്ട്. അതാ പൊട്ടിച്ചെടുത്ത ഇതാണത്. കടയാണ് കാണുന്നത്. ഇനി ഞാൻ ഈ കപ്പ ആ കട നമുക്ക് വെട്ടി ഒഴിവാക്കണം. അത് നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്കതൊന്ന് വെട്ടി ഒഴിവാക്കാം. ഒരു പാത്രത്തിൽ ലേശം ചാരം എടുത്ത് വെക്കണം കേട്ടോ. എന്തിനാണെന്ന് ഞാൻ പറയാം. ഇതാ കപ്പൻ്റെ കടഭാഗം നമുക്ക് വെട്ടി ഒഴിവാക്കാം. അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മരത്തിൻ്റെ കഷ്ണത്തുമ്മലൊക്കെ വെച്ച് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരേ അളവ് ഒരേ ഇതിൽ വെട്ടിപ്പോരും, നേരെ കണ്ട് വെട്ടിപ്പോരും. നമുക്ക് വെട്ടുമ്പോൾ കപ്പ ഒരേ ലെവലിൽ കിട്ടണം കേട്ടോ വെട്ട്. ഇനി ഇത് നമുക്ക് ഒരു 3 മുട്ടതാക്കിയിട്ട് വെട്ടിക്കൊടുത്തിട്ട് നമുക്കിത് അതിൻ്റെ അടിഭാഗം മാറാതിരിക്കാൻ നമുക്ക് അടിഭാഗം ചാരത്തിലൊന്ന് മുക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നടുമ്പോൾ അതിൻ്റെ അടിഭാഗം മാറുകയില്ല. പിന്നെ ഇതാ ഒരു മുട്ട് കഴിഞ്ഞ് 2-3 മുട്ട് വലിപ്പത്തിലാണ് ഞാനത് വെട്ടിക്കൊടുക്കുന്നത്. ഒരു 3 മുട്ട് കഴിഞ്ഞ് 4-മത്തേതിലാണ് ഞാൻ വെട്ടി കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഭാഗം അടിയിലോട്ട് പോവും. പിന്നെ ആ 2 ഭാഗത്തു നിന്നാണ് പൊടിപ്പ് വരുന്നത്. ഞാനങ്ങനെ കപ്പക്കൊള്ളി മുറിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ അടിഭാഗം നമ്മൾ ചാരത്തിൽ മുക്കി കൊടുക്കുന്നുണ്ട്. അടിഭാഗം മേൽഭാഗം മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. മറ്റേത് നമ്മളെല്ലാം ഒരേ രൂപത്തിൽ മുറിച്ച് വെച്ച് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഏതാണ് അടിഭാഗം ഏതാണ് മേൽഭാഗം എന്നുള്ളത്. ഇനിതാ ഞാനിതിന് ഒരു കുഴി എടുക്കുന്നുണ്ട്. കുഴിയല്ല, ഒരു തടം. മണ്ണ് നന്നായി ഇളക്കം വേണം കേട്ടോ. നല്ല വെയിലും വേണം കപ്പക്ക്. ഇത് ഞാൻ നന്നായി മണ്ണിളക്കി എടുക്കുന്നുണ്ട്. ഇത് നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. ഇത് ഞാൻ തടം മാതിരിയാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് പുല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. കല്ലൊക്കെ ഒന്ന് പെറുക്കിയിടണം. ഇത് മണ്ണതാ അടിക്ക് നല്ല കളർന്ന് വേണം കേട്ടോ. എന്നാലേ കപ്പക്ക് നല്ല വേരോട്ടം ഉണ്ടാവുള്ളൂ. ഇനി അതാ നമുക്ക് കപ്പൻ്റെ ആ ചാരത്തിൽ മുക്കിയ ഭാഗമാണ് നമ്മൾ അടിയിൽ കുത്തിയിടാൻ പോകുന്നത്. ഇത് ഞാൻ കുറച്ച് ചാരം വിതറിയിട്ടുണ്ട്. ചാരം മാത്രമേ ഇപ്പോൾ ഇടുന്നുള്ളൂ. ഇനി ഇത് നമ്മൾ ചാരത്തിൽ ഒരു മുട്ട് അടിയിലാക്കിയിട്ടാണ് ഇതിലാക്കിയിട്ടാണ് നമ്മൾ നടുന്നത്. അതായത് നമ്മൾ ചെരിച്ചിട്ടാണ് നടുന്നത് കേട്ടോ. കാരണം ചെരിച്ച് നട്ടാൽ നല്ല വേരോട്ടം ഉണ്ടാവും ചെയ്യും. കപ്പ നന്നായി ഉണ്ടാവും കേട്ടോ. അതിനാണ് ഞാൻ ചെരിച്ച് നടുന്നത്, വേരോട്ടം കൂടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഈ 2 പൊടിപ്പുമ്മലും ആണ് ചക പൊട്ടൽ. ഇനി അത് ഞാൻ അതിനൊരു കൊമ്പിൾ കുത്തി കൊടുക്കുന്നുണ്ട്. വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അതേപോലെ നമ്മൾ 2-മത്തെ കപ്പക്കൊള്ളി നടാൻ പോവുകയാണ്. അതും അതേപോലെ തന്നെയാണ്. ഒരു മുട്ട് മൂന്നാമത്തെ മുട്ടിൻ്റെ അവിടെയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ ഒരു മുട്ടും
മണ്ണിൻ്റെ അടിയിൽ പോകണം. ഇനി ആ വേറെയുള്ള 2 മുട്ടുമ്മലാണ് പൊടിപ്പ് വരല്. ഇത് ഞാൻ ചെരിച്ചിട്ടാണ് നടുന്നത്. ഇതേ രീതിയിൽ നട്ടാൽ പെട്ടെന്ന് വേരോട്ടുണ്ടാവും. പിന്നെ മറിഞ്ഞു പോകുന്നതിനും ഒക്കെ മണ്ണിൽ ഉറച്ചു നിൽക്കാനൊക്കെ ചെരിച്ച് നടുന്നതാണ് നല്ലത്. ഇത് കുറച്ച് നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് നട്ടു നോക്കുക. തീർച്ചയായിട്ടും നല്ല വിളവ് കിട്ടും. കപ്പയ്ക്ക് നല്ല വെയിൽ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പൊടിപ്പൊക്കെ വന്നതിന് ശേഷം നമുക്കൊന്ന് മണ്ണ് കൂട്ടി കൊടുക്കാം. ചാരം വിതറി കൊടുക്കുന്നുണ്ട്. ഇത് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നനച്ച് കൊടുക്കണം, പൊടിപ്പ് വരുന്നത് വരെ. ഇതാ നമ്മുടെ കപ്പ. അപ്പം